guys, welcome back to my channel. ഇന്ന് എനിക്കൊരു വലിയൊരു ചാനൽ അനൗൺസ്മെന്റ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും നോക്കിയിരിക്കുകയായിരിക്കും എന്താണ് ചാനൽ അനൗൺസ്മെൻറ്റ് എന്നുള്ളത്. ചാനൽ അനൗൺസ്മെൻറ്റ് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ ജേർണി ഒന്ന് പറയട്ടെ. അപ്പം രമ്യ ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു ചാനൽ എന്താണ്, എന്തായിരുന്നു, ഇനി എന്താവാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടും. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2016 അപ്പോൾ ഏകദേശം 4-4.5 വർഷമായി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒക്ടോബറിലാണ് ഞാൻ 2016 ഒക്ടോബറിലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇംഗ്ലീഷ് ചാനലിലായിരുന്നു ആദ്യം. വാനില കപ്പ് കേക്ക്സ് ആയിരുന്നു ഫസ്റ്റ് വീഡിയോ. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം 2017 ഓഗസ്റ്റിലാണ് മലയാളത്തിലുള്ള ഫസ്റ്റ് വീഡിയോ വരുന്നത്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയായിരുന്നു ഫസ്റ്റ് വീഡിയോ. ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ഉദ്ദേശിച്ചത് രമ്യാസ് കിച്ചൺ എന്നായിരുന്നു. പക്ഷേ പേര് വന്നത് തന്നെ രമ്യ ഹരിശങ്കർ എന്ന് തന്നെയാണ്. ഞാൻ അത് രമ്യാസ് കിച്ചൺ എന്നല്ല എൻ്റെ ചാനലിൻ്റെ പേര് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ. രമ്യ ഹരിശങ്കർ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കുറേ കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ ആ പണ്ടത്തെ വീഡിയോസൊക്കെ, ഇംഗ്ലീഷ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെൽക്കം ടു രമ്യാസ് കിച്ചൺ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ചാനലിൻ്റെ പേര് രമ്യ ഹരിശങ്കർ ആണ് എന്നുള്ളത്. പിന്നെ ഞാൻ മാറ്റിയില്ല, എൻ്റെ ചാനൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ കാരണം രമ്യ ഹരിശങ്കർ എന്ന് തന്നെ ആവുമ്പോൾ വലിയ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചാനൽ ഡൈവേർട്ട് ചെയ്യാം. പർട്ടിക്കുലർ കാര്യം മാത്രമേ ചാനലിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതല്ല. രമ്യാസ് കിച്ചൺ എന്നാവുമ്പോൾ നമ്മുടെ കിച്ചണിനോട് അനുബന്ധിച്ച കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം രമ്യ ഹരിശങ്കർ എന്ന് തന്നെ ഞാൻ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയി, മാറ്റിയില്ല. ആദ്യമൊക്കെ ചാനൽ വീഡിയോസ് ഇടുന്ന സമയത്ത്, ഇംഗ്ലീഷിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് ആ സമയത്ത് വീഡിയോസ് ഇടുന്ന സമയത്ത് 2016-17 ഇത്രയും ചാനൽസ് ഒന്നും ഇല്ല കേട്ടോ. പണ്ടത്തെ ഇപ്പോൾ ഉള്ള പോലെയൊന്നും പണ്ട് അത്രയും ചാനൽസ് ഇല്ല. വിരലുകളിൽ എണ്ണാവുന്ന ചാനൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ട്രൈപോഡ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാനൊരു കയ്യിൽ മൊബൈൽ വെച്ചാൽ അത്രയും ക്ലാരിറ്റി ഉള്ള മൊബൈലും അല്ല പണ്ടുള്ളതൊന്നും. പണ്ടെന്നല്ല 2016 ഒരു കയ്യിൽ മൊബൈൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷും ഭയങ്കര കോമഡി ആയിരുന്നു. ആക്ച്വലി ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. പക്ഷേ ആ വീഡിയോയിൽ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഫ്ലോപ്പായിരുന്നു ഇംഗ്ലീഷ് പറഞ്ഞത്. എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അതുമാതിരി തന്നെ മലയാളവും ഇതുപോലെയല്ല ഞാൻ മലയാളം പറഞ്ഞിരുന്നത്. ഭയങ്കര കടിച്ച് പിടിച്ചിട്ടാണ് ഞാൻ മലയാളം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും ഫ്രീ ഫ്ലോ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ ഇതൊരു സീരിയസ് ജോബാണ്, ഇതെൻ്റെ കരിയറാണ് എന്നുള്ളത് ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ വീഡിയോസ് ഇടുന്നു, ഇതിൽ പൈസ കിട്ടുന്നോ, ഇതൊരു കരിയർ ഫോക്കസ്ഡ് ഏരിയ ആണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് ഇടും. നിങ്ങൾക്ക് കാണാം, യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് സമയം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ആ സമയത്ത് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു കേട്ടോ, ഒട്ടും ഇല്ലായിരുന്നു. നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് നോക്കിയാലും നിങ്ങൾ കാണുന്നുണ്ടാവും, ഭയങ്കര സ്ലോ ആണ് നമ്മുടെ ഗ്രോത്ത്. പക്ഷെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും സ്റ്റിക്ക് ചെയ്യുന്ന ഒരു കോട്ടുണ്ട്, അതിന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ളൊരു കോട്ട് ഞാൻ എപ്പോഴും സ്റ്റിക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, ബേസിൽ സീഡ്സ്, ആ ഒരു ഫുഡി ടോക്ക് എന്നുള്ളൊരു സെഗ്മെൻറ്റ് വന്ന ശേഷമാണ് ചാനലിൽ ഇത്രയും വ്യൂസ് കിട്ടിയതൊക്കെ. അതിന് ശേഷമാണ് ഞാൻ ചാനൽ ഇത്ര സീരിയസ് ആയിട്ട് കൊണ്ടുപോവാം എന്നുള്ളത് ഞാനും തിങ്ക് ചെയ്തത് കേട്ടോ. ക്യാമറ ഫേസ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഒരു 2 വർഷത്തോളമൊക്കെ ആയിട്ട് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നുള്ളൂ. കാരണം വേറെ ആരും ഇല്ല. നമ്മൾ ഒരു ക്യാമറ നോക്കിയിട്ടാണ് തനിയായിരുന്നു സംസാരിക്കുന്നത്. അപ്പം കാര്യം കണ്ടാൽ വിചാരിക്കും ഭ്രാന്താണെന്ന് കേട്ടോ. ഇടയ്ക്കൊക്കെ ഡീമോട്ടിവേറ്റഡ് ആവും, പക്ഷെ ഞാൻ തന്നെ എന്നെ സ്വന്തമായിട്ട് പുഷ് ചെയ്ത് പിന്നെ ഞാൻ വീഡിയോ ഇടും. അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ എൻ്റെ ചാനൽ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇനിയും ഇതേപോലെ തന്നെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ എൻ്റെ ചാനൽ അനൗൺസ്മെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം.
ഇനി തൊട്ട് ഈ രമ്യ ഹരിശങ്കർ എന്നുള്ള ചാനൽ നിങ്ങൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത് കുക്കിംഗ് ചാനൽ മാത്രമാണ്. കഴിഞ്ഞ 1 വർഷമായിട്ടായിരിക്കും എല്ലാ സ്കിൻ കെയറും വ്ളോഗും പിന്നെ മേക്കപ്പ് വീഡിയോസും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പം ഇനി തൊട്ട് നമ്മുടെ ചാനൽ ഈ രമ്യ ഹരിശങ്കർ എന്ന് പറയുന്ന ചാനലിൽ കുക്കിംഗ് മാത്രമായിരിക്കില്ല. കുക്കിംഗ് എൻ്റെ പാഷനാണ്, അത് ഞാൻ വിടില്ല. കുക്കിംഗ് വീഡിയോസ് എന്തായാലും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. കുക്കിംഗ് വീഡിയോസ് അല്ലാതെ ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ ഒരാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് ഒരാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ന് ഉദ്ദേശിച്ചത് ഒരാളുടെ സെൽഫ് ഗ്രോത്തിന് അല്ലെങ്കിൽ ഒരാളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന്, സ്വയം പര്യാപ്തത എന്ന് പറയുന്ന കാര്യം, അതിന് വേണ്ട എല്ലാ വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ഉണ്ടാവുന്നതാണ്. അത് കുക്കിംഗ് ആയാലും ഒരാൾക്ക് എന്തായാലും ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് എന്തായാലും അറിഞ്ഞിരിക്കണം. അത് ആണായാലും പെണ്ണായാലും കുക്കിംഗ് അറിഞ്ഞിരിക്കണം. സ്കിൻ കെയർ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്കിൻ കെയർ ചെയ്യണം. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് മേക്കപ്പ് വീഡിയോസും കൂടെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മോട്ടിവേഷൻ വീഡിയോസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, ബഡ്ജറ്റിംഗ്, ഫിനാൻസ്, പ്ലാനിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇനി തൊട്ടിട്ട് വരുന്നതാണ്. കരിയർ ഓറിയൻറ്റഡ് കാര്യങ്ങൾ, മോട്ടിവേഷണൽ വീഡിയോസ്, സെൽഫ് ഗ്രോത്തിനുള്ള നമ്മുടെ മടി മാറ്റി നമ്മുടെ സൈഡ് ഹസൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഒരാളെ എങ്ങനെ സ്റ്റേജ് എങ്ങനെ ഫേസ് ചെയ്യാം മടി കൂടാതെ, നമ്മുടെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരാളെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി തൊട്ട് ഞാൻ ഈ ഒരു ചാനലിൽ കൂടെ പറഞ്ഞു തരുന്നുണ്ടാവും. സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഈ ഒരു രമ്യ ഹരിശങ്കർ എന്നുള്ള ചാനൽ വഴി. സോ എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും അനുഗ്രഹിക്കണം. ഇതാണ് എൻ്റെ ചാനലിലെ ബിഗ് അനൗൺസ്മെൻറ്റ്. എന്നെ സംബന്ധിച്ച് ഇത് ഒരു വലിയൊരു കാര്യമാണ്. ഇത് കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാനിത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ നമ്മുടെ ചാനലിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം, എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നുള്ളതൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പം ഇനി തൊട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരാൾക്ക് വേണ്ട സെൽഫ് ഡെവലപ്മെൻറ്റിന്, സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് എൻ്റെ ആവശ്യം ഇതാണ്. ഇനി എവിടെ പോയാലും ആരും എനിക്കിത് അറിയില്ല. ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് ആയാലും ബേസിക് കാര്യങ്ങൾ കേട്ടോ. ബാക്കിയുള്ള അവനവൻ്റെ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത് അവനവൻ തന്നെയാണ്, അഡ്വാൻസ്ഡ് കാര്യങ്ങളെല്ലാം. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിനുള്ള കാര്യം ഞാൻ എന്തായാലും ഈ ഒരു ചാനൽ വഴി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേമാതിരി നമ്മുടെ കരിയർ ഗ്രോത്തിനുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ ചാനൽ വഴി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതാണ് ഇനി തൊട്ട് രമ്യ ഹരിശങ്കർ എന്നുള്ള ചാനൽ. എൻ്റെ ആഗ്രഹം എവറി ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഒരു ദിവസം ഇടവിട്ടിട്ട് വീഡിയോസ് ഇടണം എന്നുള്ളതാണ്. അപ്പം ഞാൻ മടി കൂടാതെ വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ പുഷ് ചെയ്താലേ ഞാൻ വീഡിയോസ് ഇടുള്ളൂ. അതുകൊണ്ട് താഴെ കമൻറ്റ് ചെയ്ത് എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ചെയ്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സോ ഇതാണ് എൻ്റെ ബിഗ് ചാനൽ അനൗൺസ്മെൻറ്റ്. എല്ലാവർക്കും ഈ ഒരു ചാനൽ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് വരാനും ഒക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.